അതും കൊല്ലങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റ് വന്നിട്ട് പറഞ്ഞു എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നറിയോ, ഞാനിപ്പോൾ എനിക്ക് സ്വന്തമായി കാരവനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കോർഡിനേറ്റർ എന്ന് പറയും, ആർട്ടിസ്റ്റൊക്കെ വലുതായിക്കൊണ്ടിരിക്കുക ചേട്ടാ, നമ്മുടെ മനസ്സ് മാത്രമാണ് ചെറുതാക്കിയിട്ട്. ഇതിൽപ്പെട്ട ഒരുപാട് പേരുണ്ട്. അത് ഞാൻ പറഞ്ഞ് ഞാൻ ആഗോള പ്രശ്നവും. രാവിലെ മുതൽ 2 ആർട്ടിസ്റ്റ് ചുമ്മാ ഇരുന്ന് തല്ലുകൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇത് കാണുന്നതാ. അപ്പം ബിനീഷും നോബിയും കൂടി 2 ദിവസമായിട്ട് തുടങ്ങിയിരിക്കുക. തലേദിവസം ഷോ തുടങ്ങിയതാ ഇത്. അപ്പം എനിക്ക് മനസ്സിലായത്, അപ്പോൾ എൻ്റെ അടുത്ത് അഖിലം എന്ന് പറയുന്നത് ചേട്ടാ അത് നല്ല രീതിയിലല്ല പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ തല്ല് തുടങ്ങി. ഞാനപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുക. അപ്പം ഞാൻ റോള് കട്ട് ചെയ്തെന്ന് ഉറപ്പിച്ചതിന് ശേഷം കയറിപ്പോയി ഞാൻ ചീത്ത വിളിച്ചു. നാടൻ ഭാഷയിൽ പറയണ പോലെ അവിടെ നിന്ന് ചാടിച്ചുകൊണ്ട് ഇവിടെ ഷോ ചെയ്യലൊന്നുമല്ല. അവിടെ ഷോ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ ഗ്രൂം ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ വെറുതെ നിൽക്കുന്ന കണ്ടു. അവരെ ഞാൻ വെച്ച് ഷോ ചെയ്തു. അത് മാത്രമല്ല, അല്ലാതെ ഒരു സ്റ്റാർ മാജിക് ഷോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, സൂപ്പർ ഷോ ഉദ്ദേശിച്ചത്. അതിൽ കോമഡി എലിമെൻറ്റ് വേണമെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള താരങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ചെയ്തതാണ്, അല്ലാതെ ഒരു സ്റ്റാർ മാജിക് ചെയ്യാനല്ല നമ്മൾ ഇറങ്ങി തിരിച്ചത്. Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. ഈ സ്റ്റാർ മാജിക്കിൽ സുധിയും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു വലിയൊരു ഫാക്ടർ തന്നെയായിരുന്നു അതിൻ്റെ ആങ്കർ ലക്ഷ്മി നക്ഷത്രി. കാരണം ടമാർ പടാർ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരുപാട് ആങ്കേഴ്സ് മാറി പലരെയും പയറ്റി തെളിഞ്ഞ് പോയി വന്നിട്ട് അങ്ങനെ ലക്ഷ്മി നക്ഷത്രയിൽ വന്ന് നിൽക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് ലക്ഷ്മിയാണ് ആ ഷോ ടേക്ക് ഓഫ് ചെയ്ത് കൊണ്ടുപോയത്. ആ ഒരു ഷോയുടെ വിജയത്തിൻ്റെ ഒരു പങ്ക് ലക്ഷ്മിക്കും ഉണ്ട് അല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ആങ്കറിലേക്ക് അപ്പോൾ എത്തിയത്? സ്റ്റാർ മാജിക് തുടങ്ങിയ സമയത്ത് ഒരുപാട് പേരുന്നു. പേളി ആയിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പേളില്ല, പ്രചോദേട്ടനായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിന് പേളി വന്നു. അങ്ങനെ സീരീസ് ഓഫ് ആൾക്കാർ വന്ന് പോകുന്നു. ആര്യ പ്രൊമോ മാത്രമേ ചെയ്തുള്ളൂ. അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഓണത്തിന് ചെയ്ത പ്രോഗ്രാമിൽ ആദ്യം ചെയ്തത് പ്രചോദേട്ടനായിരുന്നു. ആങ്കർ ചെയ്തൊരു ഫ്യൂ എപ്പിസോഡ്, 4 എപ്പിസോഡ്സ് ഒക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ടമാർ പടാർ ആക്കി വെക്കുന്നത്. അപ്പൊ ആര്യനെ വെച്ച് പ്ലാൻ ചെയ്തിരുന്നു. ബട്ട് ഓപ്പോസിറ്റ് ചാനല് ആ സമയത്ത് അവരുടെ പൊളിറ്റിക്സ് കാരണം ആര്യക്ക് എത്താൻ പറ്റിയില്ല. പിന്നെ ശ്രീലക്ഷ്മി ചെയ്തു. പിന്നെ പേളി ചെയ്തു. അതിനുശേഷം ഷോ രാത്രിയാണ് ആര്യ ക്യാൻസൽ ആവുന്നത്. ആര്യ പറഞ്ഞു ഞാനിപ്പോ നിൽക്കുന്ന ചാനലുകാർ സമ്മതിക്കുന്നില്ല. ആര്യ എല്ലാം ഓക്കെ പറഞ്ഞതാണ്. അപ്പോൾ ശരി ഓക്കെ. അപ്പോൾ പേളി ആ സമയത്ത് വേറെ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. പേളിനെ രാത്രിയാണ് വിളിക്കുന്നത്, നമുക്ക് ഷോ ഉണ്ട് എത്രയും പെട്ടെന്ന്. ഓക്കെ എന്ന് പറഞ്ഞു. പേളി വന്നു, ശരി വരാം എന്ന് പറഞ്ഞു. പേളി വരുന്നു. ഒരു 5 എപ്പിസോഡ്സോളം നമ്മൾ ചെയ്തു. ആക്ച്വലി അത് വൈറലായി ആ 5 എപ്പിസോഡ്സ്. പിന്നെ സീരീസ് ഓഫ് ആൾക്കാർ, ശ്രീലക്ഷ്മി വന്നു, പ്രചോദേട്ടൻ വന്നു, അലീന വന്നു, എല്ലാവരും വരുന്നു. പലർക്കും ഇതായിട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ആദ്യം സത്യസന്ധമായി പറയാൻ ഭയങ്കര നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു ഷോയ്ക്ക്. എല്ലാവരും ഓപ്പോസിറ്റ് നെഗറ്റീവ് ഒക്കെ ആയിരുന്നു. പക്ഷെ മില്യൻസ് ഉണ്ടായിരുന്നു. ഒരു 7 കൊല്ലം മുമ്പ് മില്യൺ എന്ന് പറഞ്ഞാൽ ബിഗ് എമൗണ്ട് ആണ്. 2-3 മില്യൺസ് ഒക്കെ അടിച്ചിരുന്നു ആ സമയത്ത്. ഫസ്റ്റ് 4 എപ്പിസോഡ് ചേട്ടനൊക്കെ ഉള്ള എപ്പിസോഡായിരുന്നു ആ സമയത്ത്. കുറച്ച് ഒരുപാട് വിമർശനമൊക്കെ വന്നത്. അപ്പൊ എല്ലാവരും കയറി വരുമ്പോൾ പറയും ഞാനത് ഏറ്റുവാങ്ങാനാണ് വരുന്നതെന്ന് പറഞ്ഞാൽ തുടങ്ങിയിരുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരു രസമായി ഇത്. ശരി പറയട്ടെ. അപ്പായിട്ട് ആ ഒരു 5 എപ്പിസോഡിൽ ഷോ പോപ്പുലറായി. പിന്നെ നമ്മൾ അതിന്റെ ജോണർ പതുക്കെ മാറ്റി. എല്ലാം നമ്മൾ ഇൻവെന്റ് ചെയ്ത ഗെയിമുകളല്ല, പലയിടത്തും അഡാപ്റ്റ് ചെയ്ത ഗെയിമുകളെല്ലാം മാറ്റി അങ്ങനെയൊക്കെ ചെയ്ത ഗെയിമുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് ഇതായിപ്പോയി. അങ്ങനെ സീരീസ് ഓഫ് വരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പം നെക്സ്റ്റ് ഡേ സെർച്ച് ചെയ്യും. ഈ ആങ്കർ വിടാം, അടുത്ത ആങ്കർ ഉണ്ട്, കേരളത്തിൻ്റെ അടുത്ത ആങ്കർ. നമ്മൾ പറഞ്ഞു എല്ലാ എപ്പിസോഡും എല്ലാ സ്കെഡ്യൂളും ആങ്കർ മാറുന്ന ഷോ ആക്കാൻ പോവാണ്. അങ്ങനെയാണ് ആ വിചാരിച്ച വേണ്ടി ലക്ഷ്മി എത്തുന്നത്. ആക്ച്വലി ലക്ഷ്മി ഫസ്റ്റ് 2 എപ്പിസോഡ് അല്ല ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ലക്ഷ്മിനെ കൺഫേം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴും ഞങ്ങൾ ലൈൻ ഓഫ് ആൾക്കാരെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആവില്ല, ചിലപ്പോൾ ഒരു നാളെ വിളിച്ച് പറയും എനിക്ക് ഭയങ്കര തെറി, ഞാൻ വരുന്നില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ക്രൂവിൻ്റെ അടുത്ത് പറയുന്നത് ലിസ്റ്റ് ഓഫ് ആൾക്കാരെ സോർട്ട് ചെയ്ത് വെച്ചോളൂ, നമുക്ക് ഏത് സമയത്ത് ആരെയും വിളിക്കേണ്ടി വരും. അപ്പോൾ ലക്ഷ്മി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കയറി കഴിഞ്ഞാൽ ചീത്ത വിളി കിട്ടും, എല്ലാം കിട്ടും, അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരുപാട് ബ്രീഫിംഗ് ഒന്നും കൊടുത്തില്ല. കാരണം ചിലപ്പോൾ നാളെ അവർ വന്നില്ലെങ്കിൽ അത് ആവശ്യമില്ല. ഞാൻ വിചാരിച്ചു അത് കഴിയുമ്പോൾ അവർ പോകുന്നു വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ
അതർ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെയും കൂടെ ഒപ്പീനിയൻ എടുക്കും. ഇപ്പോൾ നോബി ആണെങ്കിലും അന്ന് പാഷാണം ഷാജി ഉണ്ടായിരുന്നു, എല്ലാവരും പറയും. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റ് പറയും ഇത് നമ്മളെ പിടിച്ചിക്കണില്ല കേട്ടോ, നമുക്ക് വേറെ നോക്കാം. ഓക്കെ, അടുത്ത സ്റ്റേജിലൊക്കെ അടുത്ത ആളെ നോക്കാം. അപ്പോൾ ലക്ഷ്മി വല്ല പറഞ്ഞു അങ്ങോട്ട് ഇടുമ്പോൾ 2 എണ്ണം അങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അതായിരുന്നു അതിൻ്റെ വൈബ്. ആൾക്കാർ നോക്കുമ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് തല്ലുകൂടാണ്. പക്ഷേ ഇതിൻ്റെ വൈബും ആ സിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇത് സാധാ പ്ലെയിൻ ഷോ പോലെ പോവും. കാരണം അത്രയും ഭീകരമായ സംഭവങ്ങളൊന്നല്ല നമ്മളിതിൽ ചെയ്തത്, സിമ്പിൾ തിങ്സ് ആണ് ചെയ്തത്. പക്ഷെ ഇതിനകത്തുള്ള ആ ഒരു രസവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോമഡി ഫൈറ്റും ഒക്കെയാണ് അതിനകത്ത്. അങ്ങനെ ലക്ഷ്മി വന്നു അടുത്ത സ്കെഡ്യൂളായപ്പോൾ. അപ്പോൾ ലക്ഷ്മി പലരും പറയുന്നുണ്ട് ലക്ഷ്മി കുറച്ച് ഷാർപ്പാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഇതാവാം. അപ്പോൾ കുറച്ച് താന്നപ്പോൾ അവർ കയറി തുടങ്ങി. അങ്ങനെ അത് വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് ലക്ഷ്മി അതിനകത്ത് സിങ്ക് ആയത്. പിന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് സ്റ്റാർ മാജിക് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു ഇത് കഴിഞ്ഞു, ഇത് തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനൂപിന് വന്ന മെസ്സേജും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? സ്റ്റാർ മാജിക് ആക്ച്വലി ഇപ്പം നിർത്തുന്ന ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ്ലി നമ്മൾ ഒരു 6 മാസം മുമ്പ് നിർത്തി. അതിനു മുമ്പ് നിർത്തിയിരുന്നു. ഒരു 1 ഇയർ മുന്നേ ഇതുപോലെ നമ്മൾ നിർത്തി എന്ന് പറഞ്ഞ് എപ്പിസോഡ്സ് ഒന്നും പോയില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, ആ സമയം ആരും അറിഞ്ഞില്ല. കാരണം ഇത് തന്നെ നിർത്തിയിട്ട് 2 മാസം കഴിയുമ്പോഴേക്കും എപ്പിസോഡൊക്കെ വരാണ്ടാവുമ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. കാരണം ബഞ്ച് ഓഫ് എപ്പിസോഡ്സ് അപ്ലോഡ് ആവുന്നുണ്ട്, ഇതിന്റെ റീൽസ് വരുന്നുണ്ട്, ഇതിന്റെ ഷോർട്സ് പിന്നെയും വരുന്നുണ്ട്. ആൾക്കാർ വിചാരം ഇത് ലൈംലൈറ്റിലാണ്. സ്ഥിരം കാണുന്ന ആൾക്കാർ, അതായത് ഏറ്റവും കൂടുതൽ വരുന്ന പ്രവാസികളാണ്. അവർ വന്ന് കൃത്യമായിട്ട് മെസ്സേജ് ഇടും, ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വന്ന് നല്ല രീതിയിൽ പറഞ്ഞിട്ട് പോകും ചേട്ടന്മാര്. ചീത്ത വിളിച്ചാലും ഞാൻ പറയും എന്തായാലും എപ്പിസോഡ് ഇല്ലാത്തോണ്ടല്ലോ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടല്ലല്ലോ ഒരു ചീത്ത വിളിച്ചു പോണത്. അപ്പോൾ ആ സമയത്ത് നിർത്തി. ഞങ്ങൾ ഒരു കുറച്ച് പ്രാങ്ക് ഒക്കെ ആയിട്ടാണ് പിന്നെ ഒരു റീ ലോഞ്ച് നടത്തിയത്. അപ്പോൾ ശ്രീകണ്ഠ സാർ രാവിലെ ന്യൂസ് വായിക്കുമ്പോൾ ഈ ഇങ്ങനത്തെ ബഞ്ച് ഓഫ് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എന്താ തുടങ്ങാത്തത്. അങ്ങനെ സാറ് ഒരു ദിവസം എൻ്റെ അടുത്ത് പറയാനോ ഇത് നമുക്ക് നിർത്താൻ പറ്റും തോന്നില്ല, നമുക്കൊന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ പേരിൽ തന്നെ ലാസ്റ്റ് ഒരു 700 ആ എപ്പിസോഡിൽ നിന്ന് അങ്ങ് പിന്നെയും തുടങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എഡിറ്റ് ടേബിൾ പോലും അതിൻ്റെ നമ്പർ മാറ്റിയില്ലേ, നെക്സ്റ്റ് എപ്പിസോഡ് ദിസ് ഈസ് എന്ന് പറഞ്ഞിട്ട് 1 നിന്നല്ല തുടങ്ങിയത്. നെക്സ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എപ്പിസോഡാണ് ഇപ്പോഴും ലൈബ്രറിയിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ അവസാനം നിർത്തുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു ചിലപ്പോൾ അടുത്ത മാസം ആകുമ്പോൾ പിന്നെയും പറയും. ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്കതിൽ ഇപ്പോഴും തോന്നിയെന്ന് വെച്ചാൽ ടെലിവിഷൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫാമിലി ഓഡിയൻസ് ആണ്. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ഫാമിലി അല്ലായിരുന്നു. ഫാമിലി അല്ലാത്ത അറൗണ്ട് ഒരു 12 വയസ്സ് മുതലുള്ള ഒരുപാട് ഒരു 40-45 വരെയുള്ള ആൾക്കാർ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് രണ്ടുപേരും മിക്സ് ചെയ്തിട്ടുള്ള കോണ്ടന്റുകൾ നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്. കാരണം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളായിരുന്നു മേക്ക് ചെയ്ത്. അപ്പം അതുകൊണ്ടാണ് 2 സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പോഷർ കിട്ടിയിരുന്നു. എപ്പോഴും വിജയം ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെയായിരുന്നു. സാറ്റലൈറ്റ് അല്ല, എനിക്ക് പറയാനുള്ള യൂട്യൂബിലായിരുന്നു ഏറ്റവും ഹിറ്റായത് ഷോ. കാരണം മിസ്സാവാത്ത ഒരു എപ്പിസോഡ് മിസ്സാവാത്ത, ചിലപ്പോൾ എനിക്ക് തന്നെ എപ്പിസോഡ് നമ്പർ മാറിപ്പോവാറുണ്ട്. പക്ഷെ അതുപോലും മാറിപ്പോവാത്ത ആൾക്കാർ റോഡിൽ ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ചേട്ടാ ആ 750 വന്നില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ ആക്ച്വലി ടെലികാസ്റ്റ് കഴിഞ്ഞു, ചിലപ്പോൾ 2 ദിവസം നമ്മൾ 750 വന്നില്ല. അപ്പോഴാണ് ഞാൻ അടുത്ത് നോക്കുക, അപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ഇഷ്യൂസും അതൊക്കെ കാരണം ചിലപ്പോൾ 2-3 ദിവസം ഡിലേ വരും. മ്യൂസിക്കൊക്കെ മാറ്റി ഫിക്സ് ചെയ്തൊക്കെ വരുമ്പോൾ ആക്ച്വലി റിയൽ സ്റ്റാർ മാജിക് സാറ്റലൈറ്റിലാണ് പോയിക്കൊണ്ടിരുന്നു. അത് കോർപ്പറേറ്റ് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് മ്യൂസിക് ചെയ്യാൻ തുടങ്ങി. പലപ്പോഴും അനിരുദ്ധും എ ആർ റഹ്മാനും മാത്രമല്ല ഒരുപാട് തെലുങ്കിലുള്ള ഹിറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ട്രാക്കുകളൊക്കെ ഞാൻ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നു ഏർലി സ്റ്റേജിലൊക്കെ. അതൊക്കെ അതിൻ്റെ ഒരു പഞ്ച് നമ്മൾ പറയില്ല, ഭയങ്കര പഞ്ചാണ്. എപ്പോഴും പറയും, ഇപ്പോഴും പുറത്ത് കാണുന്ന ആൾക്കാർ സ്റ്റാർ മാജിക്കിൻ്റെ ബാക്കിങ്സ് അത് ഗംഭീരമാണ്. അത് ഞങ്ങളൊന്നും ചെയ്തതല്ല, ഇത് പറയുന്ന സംഭവങ്ങൾ സോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിന് കോപ്പിറൈറ്റൊക്കെ കാലഘട്ടം വന്നപ്പോൾ ഞങ്ങൾക്ക് അത് മാറ്റേണ്ടി വന്നു. ആ സമയം ആൾക്കാർ പറയും പഴയ പഞ്ചില്ല കേട്ടോ. എനിക്കറിയാം, എനിക്ക് ഈ യൂട്യൂബിൽ എപ്പിസോഡ് കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു. കാരണം എൻ്റെ വൃത്തിയോടുകൊണ്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പൊ ആർക്കും ഇടാൻ പറ്റത്തില്ലല്ലോ, കാര്യം കോപ്പറേറ്റ് എടുത്താൽ പോലും GCCയിലൊക്കെ പോകുമ്പോൾ ഈ പ്രോബ്ലംസ് വരും. അപ്പൊ റിയൽ സ്റ്റാർ മാജിക്
സാറ്റലൈറ്റിൽ മാത്രമേ ഹാപ്പൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിന്റെ ഒരു എഡിറ്റഡ് പോളിഷ്ഡ് വേർഷൻ ആണ് യൂട്യൂബിലൂടെ നമ്മൾ അതിന്റെ ഒരു സെക്കൻഡറി നമ്മള് പറയില്ലേ, അതെ, കോപ്പീഡ് സംഭവമാണ് അതെ, യൂട്യൂബിൽ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷെ ആദ്യത്തെ ഒരു സ്റ്റാർ മാജിക്കിന്റെ ഒരു 600 എപ്പിസോഡ് വരെ പക്ക അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, റിയൽ സംഭവം തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ പഞ്ച് ഇതുവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നമ്മളതിനകത്ത് ഇപ്പൊ ആക്ച്വലി അതിനകത്ത് ചിലപ്പോ ഒരു പാട്ടിട്ട് ചെയ്യുന്ന ഒരു ആക്ട് ആയിരിക്കും, ആക്റ്റായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സീക്വൻസുകളായിരിക്കും പിന്നെ വരുന്ന സംഭവങ്ങൾ. ഈ ആക്ട് കട്ടാകുമ്പോൾ ഇത് മുഴുവൻ കട്ടായി പോകും. അപ്പൊ നമുക്ക് ആ ഒരു പോർഷൻ എടുത്ത് കളയേണ്ടി വരും. ചില സമയത്ത് എപ്പിസോഡ് കുറവാന്ന് പറയും, ചിലവർ പറയും ഓ ഇത് ഒപ്പിച്ച എപ്പിസോഡല്ലാന്ന് പറയും. ആക്ച്വലി എനിക്കറിയാം, ഞാനും അപ്പൊ എന്നെ എഡിറ്റർ വിളിച്ച് പറയും ചേട്ടാ ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ ചീത്ത വിളി കേട്ടോ, നമ്മൾ ആ സാധനം എടുത്ത് മാറ്റിയതാണ് പ്രശ്നമായത്. ഞാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്കിനി ഒരു സെഗ്മെന്റിലേക്ക് പോകാനോ. സെഗ്മെന്റിന്റെ പേര് പറയാതെ വയ്യ. അപ്പൊ ഞാൻ വയ്യാണ്ടാവും. ഏയ് അതൊന്നുമില്ല. കോമഡി റിയാലിറ്റി ഷോ ചെയ്യുന്ന സമയത്ത് ഫ്ലോറിൽ വിഷയദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ അല്ലേ? ആ, ഒരാളെ ചിരിപ്പിക്കാന്ന് പറയുന്നത് അത്ര ഈസി അല്ല. പിന്നെ എന്നും ഫ്രഷ് കോണ്ടന്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. 1000 എപ്പിസോഡൊക്കെ ചെയ്ത് 100 എപ്പിസോഡ് പോകാനുള്ള പ്രോഗ്രാം ആയിരുന്നു. 1000 എപ്പിസോഡ് ആകുമ്പോൾ എങ്ങനെ പോലും വിഷയദാരിദ്ര്യം വരും. പക്ഷെ മാക്സിമം പരമാവധി മനസ്സിലാക്കിപ്പിക്കാതെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. 4 കാലിൽ വീഴും എങ്ങനെയെങ്കിലും. ഓക്കെ, ചില താരങ്ങളുടെ ഡിമാൻഡുകൾ കേട്ടിട്ട് മൂക്കത്ത് വിരൽ വെച്ച് പോയിട്ടുണ്ട്. മീൻസ് അവരുടെ ഇത് വേണം അത് വേണം. കാരണം സ്റ്റാർ മാജിക്കിൽ 1-2 പേരൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ ഇത്രയും വർഷത്തിനുള്ളിൽ ഇത്ര അധികം സ്റ്റാർ സ്റ്റാർട്ടഡ് ആയിട്ട് വേറൊരു ഷോ തന്നെ വന്നിട്ടുണ്ടോ സംശയമാണ്. ഒരുപാട് ആൾക്കാർ വന്നു പോയിട്ടുണ്ട്, എത്രയോ സ്റ്റാർസ് വന്നിരിക്കുന്നു. അപ്പോൾ ഇവർ ഓരോരുത്തരും ഈ ഗസ്റ്റുകളൊക്കെ ആയിട്ട് വരില്ലേ, സെലിബ്രിറ്റീസൊക്കെ. അപ്പോൾ ഓരോരുത്തരും ചിലപ്പം ഓരോന്നും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവും, ഞങ്ങൾക്ക് ഇത് തരണം, ഞങ്ങൾക്ക് ഇങ്ങനെ വേണം, അങ്ങനെയൊക്കെ പലരും പലതും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവാം അല്ലേ? അപ്പൊ അതാണ് ചോദിച്ചത്, അങ്ങനെ ആരുടെയെങ്കിലും ഒരു ഡിമാൻഡുകൾ കേട്ടിട്ട് മൂക്കത്ത് വിരൽ തന്നെ വെച്ച് പോയിട്ടുണ്ടെന്ന്. ആരുടെയും പേര് പറയണ്ട, അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം പറയാമോ? സ്റ്റാർ മാജിക്കില് ഒരാള് പണ്ടേ മുതൽ വന്ന ഒരാള് കമന്റ് ചെയ്തോട്ടോ, ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയില്ല പേരൊന്നും. അദ്ദേഹം ഒരു സിനിമയിലൊക്കെ പോയി അഭിനയിച്ച് തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോ നമ്മളെല്ലാം അവിടെ ഷൂട്ടിംഗ് ഏരിയ അറിയാലോ, ചിലപ്പോൾ 2-3 ആർട്ടിസ്റ്റ് ഒരുമിച്ചൊക്കെ ഇരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പുറത്ത് റൂമൊക്കെ എടുക്കുമ്പോൾ ഒരു ഹോട്ടലിൽ ചിലപ്പോൾ റൂമുണ്ട്, 2 ഹോട്ടലിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർ പറയും ഇന്ന ഹോട്ടലിലാണോ, അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറയും ഇന്നത്തെ ദിവസം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് പറഞ്ഞു ഞാൻ ആരാന്നറിയൂ, എനിക്ക് കാരവനുണ്ട് ഫ്ലോർ. അപ്പം ഞങ്ങളെല്ലാവരും അവരൊക്കെ വലുതായി പോയി, നമ്മളിപ്പോഴും ഇവിടെ തന്നെ ഇരിക്കും. അത് കൊല്ലങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റ് വന്നിട്ട് പറഞ്ഞു എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നറിയോ, ഞാനിപ്പോൾ എനിക്ക് സ്വന്തമായി കാരവനുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ കോർഡിനേറ്റർ എന്ന് പറയും ആർട്ടിസ്റ്റൊക്കെ വലുതായിക്കൊണ്ടിരിക്കുക ചേട്ടാ, നമ്മുടെ മനസ്സ് മാത്രമാണ് ചെറുതായി. ഇത് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഗസ്റ്റ് ആണോ അതോ സെലിബ്രിറ്റി ആയിട്ട് വന്നോണ്ടിരുന്ന ഗസ്റ്റ്? അതിനകത്ത് ഫ്ലോറിൽ സ്ഥിരമായിട്ട് നിന്നിരുന്ന ഒരാള്. ഓക്കേ, അങ്ങനെയുള്ള ആൾക്കാരും അല്ലേ ഇങ്ങനെ. അത് പെട്ടെന്ന് അവരുടെ ഈഗോ ഹേർട്ട് ആയപ്പോ അവര് പറഞ്ഞു, അവര് അത് കഴിഞ്ഞ സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് മറ്റേ പോലെ സെലിബ്രിറ്റീസ് ആയിട്ട് വരുന്നവരും ഉണ്ടല്ലോ. സെലിബ്രിറ്റി ഒരുപാട് പേരുണ്ട്, അത് ഞാൻ പറഞ്ഞു ആഗോള പ്രശ്നവും. അല്ല, ആരുടെയും പേര് പറയണ്ട നമുക്ക് എന്തായാലും. പക്ഷെ എന്തൊക്കെയായിരിക്കും അപ്പം ഫേസ് ചെയ്തിട്ടുണ്ടാവും? അല്ല, ഹൈ പ്രൊഫൈൽ ആർട്ടിസ്റ്റ് വരുമ്പോ എപ്പോഴും ഒരു സെപ്പറേഷൻ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന കോണ്ടസ്റ്റൻസും ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ സെലിബ്രിറ്റി ആണെന്ന് വരുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, ഇവരായിട്ട് ജെല്ലായി പോകുന്ന ആർട്ടിസ്റ്റുണ്ട്. നടുക്കൊരു ചെറിയ വലിയ ഒരു ഗ്യാപ്പുണ്ട്, ഈ ഫ്ലോറും ഇവർ തമ്മിലിരിക്കുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ പലരും അവരുടെ അതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കരുത്. അപ്പൊ നമ്മൾ പറയും ഇത് ഷോ ഇങ്ങനെയാണ്, നിങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പറയും നിങ്ങൾക്ക് ചാടയാണെന്ന് പറയും, അങ്ങനെ ഇറങ്ങും ചിലവർ. പക്ഷെ അവർക്ക് ഇതിന്റെ എക്സ്പോഷറും വേണം. ചിലപ്പോൾ പുതിയതായിട്ട് ഒരു പടത്തിലൊക്കെ അഭിനയിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷം ഒരാൾ വരികയാണെങ്കിലും അവർ പറയും ഇന്ന ഷോയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൾ വന്നിട്ട് വരാറുണ്ട് പല സമയത്ത്. അപ്പൊ നമ്മളിവിടെ വന്നതിന് ശേഷം ഇവരുടെ ഡിമാൻഡുകൾ കേട്ടുകൊണ്ടിരണം. അപ്പൊ നമ്മുടെ ഷോ ആയിട്ട് വർക്ക്ഔട്ട് ആവില്ല. അപ്പൊ ഞാൻ ചില സമയത്ത് ഡിസൈഡ് ചെയ്യും ഗസ്റ്റ് ഇല്ലാതെ എപ്പിസോഡ് പോയാലും വർക്ക്ഔട്ട് ആവുന്നു. അങ്ങനെ വന്ന് പോയവരുണ്ട്, അങ്ങനെ വല്ലാതെ അവരെ ഇവിടെ ഫ്ലോറിൽ വന്ന് ഇരുന്ന ആൾക്കാർ വരെയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ മാനേജ് ചേച്ചി അവസാനം വന്നിരുന്നു. മാനേജ് ചേച്ചിനെ പറ്റില്ല പറയണം. മാനേജ് ചേച്ചി ആദ്യം ഞാൻ വിളിച്ചപ്പോ ചേച്ചി പറഞ്ഞു ഏത് ഷോ, എന്ത് ഷോ, അതിലൊന്നും ഞാൻ എന്ത് ചെയ്യാൻ, എനിക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്,
നിങ്ങൾ പിന്നെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു 6 months മുന്നെയാണ് വരുന്നതിന് 6 months മുന്നേ പറഞ്ഞു, അത് ക്യാൻസലായി. അപ്പോൾ സുരേഷ് ഏട്ടൻ അതുപോലെ സാറിനെ വിളിച്ച് പറയുന്നു അങ്ങനെ ഒന്നും പറ്റില്ല, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു. കാരണം ഒരുപാട് ആർട്ടിസ്റ്റ് വന്ന് പോയി അതിനകത്ത്. അപ്പോൾ നമുക്ക് സംതിങ് സ്പെഷ്യൽ ആരെങ്കിലും വരികയാണെങ്കിൽ അത് വെച്ചിട്ടുള്ള എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ. അപ്പോൾ മാനേജ് ചേച്ചി പിന്നെയും വിളിച്ചു, ഈ ഷോ എന്ത് ഷോ, ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. അവസാനം ചേച്ചി വന്ന്, ചേച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നില്ല, ചേച്ചി അവരുടെ കൂടെ തന്നെയായി. അപ്പോൾ ചേച്ചി എന്നിട്ട് പറയാൻ, അനു ഐ എം സോറി, ഞാനിത് ഇങ്ങനെയാണെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു ചേച്ചിക്ക് ഇങ്ങനൊരു ആസ്പെക്റ്റ് ഉണ്ടെന്ന് മലയാളികൾക്ക് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ ആരും അറിയില്ലായിരുന്നു പറഞ്ഞു. എപ്പോഴും ചേച്ചി വിളിക്കും, മെസ്സേജ് അയക്കും, ഭയങ്കര വൈബാണ് ചേച്ചി. വന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും എൻ്റെ റീലൊക്കെ കണ്ടിട്ടില്ലേ, ചേച്ചി ഡയറക്റ്റ് ചെയ്യുന്ന റീലൊക്കെ ഉണ്ട്. ചേച്ചി അങ്ങനെ ചേച്ചി അവിടെ വന്ന് ചെല്ലാം. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ബ്രേക്ക് എടുത്ത് പുറത്ത് പോയി വരുമ്പോൾ ചേച്ചി അവിടെ കയറി തുടങ്ങുന്നു ഷൂട്ട് തുടങ്ങാന്ന് പറയും. അങ്ങനെ എടുത്ത വീഡിയോ ഇതുപോലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ അനൂപ് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് നോ അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം അല്ലേ? ഓ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ് അനൂപ് ഹാൻഡിൽ ചെയ്യണേ? ഹാൻഡിൽ എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ ചില ആർട്ടിസ്റ്റ് പറയും നിങ്ങൾ അവിടെ ചെയ്തോളൂ ഞാൻ നോക്കിയിരിക്കാന്ന് പറയും. പക്ഷെ ഇവരായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഇതാവുമ്പോൾ അപ്പം ഞാൻ പറയാം അത് വേണ്ടാന്ന് പറയും, നമ്മൾ ഒഴിവാക്കും. കാരണം അവർക്കും അതിരുന്ന് കാണുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ചെയ്ത വർക്കൗട്ട് ആവത്തില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം, വേണ്ടെന്ന് വെക്കും. അപ്പോൾ ചിലപ്പോൾ അവര് ഇത് വേണ്ടെന്ന് വെക്കുമ്പോൾ അവർ പറയും ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഇതായിട്ട് ജെല്ല് ചെയ്തിരുന്നാൽ ആണ് കാര്യം എന്ന് വെച്ചാൽ ആ ഷോയിൽ വന്ന് വെറുതെ ചിരിച്ച് അവരെ വിമർശിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഗസ്റ്റ് പിറ്റേ ദിവസം താഴെ കമന്റ് ഉണ്ടാവും, ഇവരെന്ത് ഗസ്റ്റാണ് എന്തൊരു ചാടയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അത് പ്രോബ്ലം വരാൻ പോണെന്ന് പറയും. കാരണം എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്റെ അടുത്ത് പറയാൻ ഇന്ന ആർട്ടിസ്റ്റിനെ വിളിക്കരുതെന്ന് പറയും. പിന്നെ എപ്പോഴും സജഷൻ വരും താഴെ, എല്ലാ കമന്റും വായിക്കാൻ പറ്റാറില്ല. അപ്പൊ നമ്മുടെ കൂടെയുള്ളവരൊക്കെ പറയും ചേട്ടാ 2-3 സജഷൻ വന്നിട്ടുണ്ട് ഗസ്റ്റ്, അപ്പോൾ അത് എടുത്തിടും. അപ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ കയറി നോക്കുക. ആദ്യം സമയത്തൊക്കെ കമന്റ് നോക്കാൻ സമയം ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ നോക്കും. പിന്നെ ഒരുപാട് കമന്റ് നമുക്ക് എല്ലാം വായിക്കാൻ പറ്റത്തില്ല. ആദ്യം വരുന്ന 4-5 കണ്ടിട്ട് നമുക്ക് പോകും. ചില അവതാരകരുടെ മലയാള ഭാഷയിലെ നൈപുണ്യം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മലയാള ഭാഷയിലെ നൈപുണ്യം, അതായത് മലയാള ഭാഷ അവർ സംസാരിക്കുന്ന രീതി, നല്ല രീതിയിൽ മലയാള ഭാഷ സംസാരിക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഉണ്ട്, ചില ഷോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ടെലിവിഷൻ അല്ലാതെ പുറത്ത് ഇപ്പോൾ ചില ഗവൺമെന്റ് ഷോസ് ഒക്കെ ഞാൻ പോയിരുന്നിട്ട് അവിടെയൊക്കെ കാണുമ്പോൾ അതിന്റെ ശുദ്ധിയൊക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഇതൊന്നും അഡാപ്റ്റ് ചെയ്യുന്നില്ലല്ലോ നമ്മളെന്നൊക്കെ ചിന്തിച്ചു. കാരണം അങ്ങനെ ഒരു ഫോർമൽ ലാംഗ്വേജ് ടെലിവിഷനിൽ ഒരുപാട് വർക്കൗട്ട് ആവില്ല. നമുക്കൊരു വീട്ടിൽ നിന്ന് ആള് സംസാരിച്ച് പോകുന്ന രീതിയിൽ പോയാലേ അതിന്റെ എന്റർടൈൻമെന്റ് വാല്യൂ ഒക്കെ വരത്തുള്ളൂ. പക്ഷെ ടെലിവിഷൻ അല്ലാതെ പുറത്ത് ഒരുപാട് പേര് നിന്നിട്ട് ആങ്കർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പലരും കണ്ടിട്ട് അതിശയിച്ച് പോയിട്ടുണ്ട്, ഇവരെന്ത് ടെലിവിഷൻ വരാത്തെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പേരൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല, പല ഷോസിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. ഒരു പ്രമുഖ താരം വരുന്നതിന് വേണ്ടി ഫ്ലോർ മൊത്തം മണിക്കൂറുകൾ വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് അല്ലേ? സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് പോലും നടക്കാൻ പറ്റാതെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആണല്ലേ? എല്ലാത്തിനും പറയുമ്പോ കുറെ പേരുണ്ട്, അതിൽ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും വിചാരിക്കും വലിയ സെലിബ്രിറ്റികളല്ല. ഇപ്പൊ ചാക്കോച്ചൻ വന്ന എപ്പിസോഡ്, ചാക്കോച്ചനാണ് രാവിലെ ആദ്യം എത്തുന്നത്. ഞങ്ങൾ നോക്കുമ്പോ ആദ്യം എത്തുന്ന വെച്ചാൽ പല ആർട്ടിസ്റ്റുകൾ നമ്മുടെ സ്ഥിരം വരുന്ന ആർട്ടിസ്റ്റ് എത്തുന്നതിന് മുമ്പ് ചാക്കോച്ചൻ രാവിലെ ഒരു കാറ് ഓടിച്ച് ഒരു ചെറിയ നിക്കറൊക്കെ ഇട്ട് വന്നിട്ട് ഇറങ്ങിട്ട് അനുവേ എന്താണ് പരിപാടി എന്ന് ചോദിച്ചിട്ട് ഹൈ പ്രൊഫൈൽ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ ജയസൂര്യ ആണെങ്കിലും നേരത്തെ വരും, ദിലീപ് ഏട്ടനൊക്കെ ആണെങ്കിലും നേരത്തെ വരും. എന്നിട്ട് നമ്മളായിട്ട് ഹായൊക്കെ പറഞ്ഞ് പിന്നെ സംസാരം കഴിഞ്ഞിട്ട് കയറി പറയും. പക്ഷെ നമ്മളത് വരുമ്പോൾ അങ്ങനെ നമ്മൾ ഡിലേ ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ചില ആർട്ടിസ്റ്റ് ചിലർ പറയും ഇന്ന ആർട്ടിസ്റ്റ് ലേറ്റ് ആയിട്ട് വരലോന്ന്. പക്ഷെ ഓപ്പോസിറ്റ് ആയിരിക്കും, അവര് ചിലപ്പോൾ ഇതിനോടുള്ള ഇൻട്രസ്റ്റോ ദിലീപ് ഏട്ടനൊക്കെ വിളിക്കുമ്പോൾ ആദ്യം ദിലീപ് ഏട്ടൻ ഞാൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട അതിനകത്ത് എന്തപ്പോ ചെയ്യാ. ഞാൻ ദിലീപേട്ടൻ ആ എപ്പിസോഡ് വരണത് 3 പ്രാവശ്യം മീറ്റ് ചെയ്തിരുന്നു. പല പല ലൊക്കേഷനിൽ പോകും. അപ്പം എന്നെ വിളിക്കും വാന്ന് പറയും, ഇവിടെ ഇരിക്കും. ആദ്യം പറഞ്ഞാൽ ഇല്ല എന്നൊക്കെ പറഞ്ഞു, പിന്നെ പറയും അതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിടിച്ചേക്കണ്ട, പഴയ സാധനങ്ങളൊന്നും അടിച്ച് നിൽക്കൂല, പുതിയത് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ദിലീപേട്ടൻ വന്നാൽ മതി എന്ന് പറയും. പഴയ ഏറ്റവും സ്റ്റാർ മാജിക്കിന്റെ ഇതിൽ ഏറ്റവും കൂടുതൽ
റേറ്റിംഗ് ഉണ്ടാക്കിയത് ദിലീപേട്ടൻ്റെ എപ്പിസോഡായിരുന്നു. ആണോ? കാരണം അത് അൺപ്രഡിക്റ്റബിൾ ഒരു ഓൺ എപ്പിസോഡായിരുന്നു. പലരും എൻ്റെ അടുത്ത് പറഞ്ഞു അനൂപ് ഇത് വർക്കാവില്ല കേട്ടോ. കമ്പനിയുടെ അകത്ത് നിന്ന് പറഞ്ഞു ഇത് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും താഴെപ്പണ എപ്പിസോഡായിരിക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടതൊന്നും അങ്ങനെ താഴെ പോയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിന് മേലെ പോയി. ദിലീപേട്ടൻ്റെ എപ്പിസോഡ് അത്ര നല്ല എപ്പിസോഡാണ്, അത്രയും നല്ല TRP ഞങ്ങൾക്ക് കിട്ടി. കാരണം ദിലീപേട്ടൻ ഒരു കുറേ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ടായിരുന്നു അതുപോലെ ഒരു ഷോയിൽ പെർഫോം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ് ദിലീപേട്ടൻ സൂപ്പർ ഷോയിലും വന്നത്. അപ്പം നമ്മുടെ ടീമിനെ പരിചയമുണ്ട്. അപ്പോൾ കംഫർട്ട് സോണിൽ നിർത്തിയിട്ട് നമ്മൾ ഷോ ചെയ്യുമെന്നറിയാം. ഇങ്ങോട്ടായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ആർട്ടിസ്റ്റുണ്ട് കേട്ടോ. അനൂപല്ലേ അത് കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ ഒരു നമുക്ക് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. അപ്പം അതുകൊണ്ട് അവരെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡേറ്റ് കിട്ടും. അപ്പോൾ ദിലീപേട്ടൻ്റെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ സൂപ്പർ ഷോ 10 ദിവസം കൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ആ 10 ദിവസം കൊണ്ട് ദിലീപേട്ടൻ്റെ ഡേറ്റ്, സുരാജ് ചേട്ടൻ, നവ്യ, ധ്യാൻ, ഇത്രയും പേരുടെ ഡേറ്റ് ആണ് അന്ന് അത്രയും ദിവസം. അത് വർക്ക് ചെയ്തതിൻ്റെ ഒരു സിങ്കും നമ്മൾ അതുകൊണ്ട് എല്ലാം കൂടിയിട്ടാണ്. ഒരുപാട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. പലരും പറയും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് ചോദിക്കും. ഞാൻ അത് പറയാം, അവിടെ വന്നിട്ട് പറയാമെന്ന് പറയും. നമ്മുടെ ഡിജിറ്റലിലെ സൂപ്പർ താരമാണ് ധ്യാൻ്റെ എല്ലാ വീഡിയോയും ഭയങ്കര റീച്ചിൽ പോകുന്ന അറിയാലോ, ഭയങ്കര ഡിമാൻഡുള്ള ഒരാളാണ്. അദ്ദേഹം സാറ്റലൈറ്റിൽ വന്നപ്പം അതെങ്ങനെയായിരുന്നു ധ്യാൻ വന്ന ഒരു എപ്പിസോഡ്? ധ്യാൻ കുറെ തിരിച്ചറിവുകൾ തന്നു. ഇപ്പോഴും ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളത് അങ്ങനെ തന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ ടൈപ്പ് കോമഡി ഒക്കെ ഉണ്ടോ? അതായത് ഫ്ലോറിനകത്തൊക്കെ ചില അവർക്ക് തന്നെ തോന്നുന്നുണ്ടാവും ഞാൻ അടിക്കുന്ന സംഭവമാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഒരെണ്ണെങ്കിലും ഒരു എപ്പിസോഡിൽ അടിക്കും. അപ്പോൾ ധ്യാൻ വന്നിട്ട് പറഞ്ഞു ഇത്രയും തകർന്നൊരു സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ അത് എല്ലാവർക്കും ഒരു തിരിച്ചറിവായിരുന്നു. പക്ഷെ അത് ഞങ്ങളത് ആരും അങ്ങനെ പൊട്ടയായിട്ട് എടുത്തില്ല, അത് കോമഡി ആയിട്ട് എടുത്തു. അപ്പൊ നമ്മൾ ഇന്നിയറി കൊടുക്കും അത് കോമഡിയാണ്, മറ്റേതാക്കി എടുക്കരുത്. ആ സമയത്ത് ഇന്നിയറിൽ ആ ഫീഡ് പോയാലേ അവര് ഓക്കെ ആവുള്ളൂ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ ഉണ്ട്. അങ്ങനെ ധ്യാൻ വന്ന എല്ലാ എപ്പിസോഡ്സും എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആണല്ലേ? നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് ചെയ്ത ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് അന്ന് അതിന്റെ ആ ഒരു പ്രോഗ്രാമില് മികച്ച ടെലിവിഷൻ ഷോ ഡയറക്ടർക്കുള്ള ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അത് അന്ന് മൈൽസ്റ്റോൺ മേക്കേഴ്സ് നൽകിയത് അനൂപ് ജോണിനായിരുന്നു. പക്ഷെ അന്ന് അനൂപ് അത് റിസീവ് ചെയ്യാനായിട്ട് എത്തിയില്ല. അന്ന് ആ അവാർഡ് നൽകിയത് ധ്യാനായിരുന്നു. ധ്യാനാണ് അന്ന് എല്ലാവർക്കും, ഈ ഇരിക്കുന്ന എനിക്കുൾപ്പെടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അവാർഡ് നൽകിയത് ധ്യാനായിരുന്നു. അപ്പൊ ധ്യാൻ അന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അനൂപ് എവിടെ, ഷോ ഡയറക്ടർ അനൂപ് എവിടെ? അനൂപ് മാത്രമുള്ളൂ അന്ന് വരാത്തത്. ബാക്കി അന്ന് അനൗൺസ് ചെയ്ത എല്ലാവരും അവാർഡ് വാങ്ങാനായിട്ട്. സോറി, എനിക്കത് അന്ന് വരാൻ പറ്റിയില്ല. ഞാനൊരു ട്രിപ്പിലായിരുന്നു. എനിക്കത് ചെറിയ സിക്നസ് ഒക്കെ ആയിട്ട് എത്താൻ പറ്റില്ല. കാശ്മീർ പോയിരിക്കായിരുന്നു. ആ സമയത്ത് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരുന്നു. ആക്ച്വലി ഞാൻ താങ്ക് യു പറയാണ് മൈൽസ്റ്റോൺ ഒരു അംഗീകാരം തന്നതിൽ. മൈൽസ്റ്റോണിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും താങ്ക്സ് പറയാണ്. പിന്നെ ധ്യാനായിരുന്നു ഉള്ളത് കൊടുത്തിരുന്നു പറഞ്ഞു. അതെന്തായാലും നന്നായി വാങ്ങാഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഇവനാണോ അവാർഡ് കൊടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പോകാൻ. ലൈവായിട്ട് ധ്യാന്റെ കൗണ്ടറും കോമഡി ഹ്യൂമർ ഒക്കെ അറിയാലോ. ധ്യാൻ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടാ ധ്യാൻ കൊടുക്കുന്നത്, ഓരോന്നും പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സാറ്റലൈറ്റ് ഷോകളുടെ TRP റേറ്റിംഗ് കൂട്ടാൻ എന്നും അതിഥികളായി കൊണ്ടുവരുന്ന ചില ആർട്ടിസ്റ്റുകൾ ഉണ്ടോ? അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ കേസിൽ ഡിഫറെന്റ് ആയിരുന്നു. സ്റ്റാർ മാജിക്കിൽ എല്ലാവർക്കും 1-2 വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരാണെന്നുള്ള സജഷന വരാറ്. ആക്ച്വലി ഇപ്പോൾ നവ്യ ഒരു കുറേ കാലഘട്ടം ഒരു കോവിഡ് ടൈമിൽ നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നവ്യ കൊച്ചിയിലുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു സീരീസ് ഓഫ് എപ്പിസോഡ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ നവ്യ ആക്ച്വലി പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ പിന്നെ പറഞ്ഞു തുടങ്ങി വേറെ ആരും കിട്ടാത്തതുകൊണ്ടാണോ? ആക്ച്വലി നവ്യന് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ആൾക്കാർക്ക് എപ്പോഴും പുതിയത് കണ്ടുകൊണ്ടിരിക്കണം. അപ്പം നമ്മളെപ്പോഴും ചിലപ്പോൾ വർക്കൗട്ട് ആവാത്ത ആർട്ടിസ്റ്റ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് സജഷൻ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് പറയാൻ പറ്റത്തില്ല ഏത് ആർട്ടിസ്റ്റ് വർക്കൗട്ട് ആവുന്നു. ചിലപ്പോൾ അന്ന് എല്ലാം ഫാക്ടറാണ്. ചിലപ്പോൾ അതിനകത്ത് വരുന്ന ഗെയിമോ സ്കിറ്റോ എല്ലാം മിക്സപ്പാണ്. പക്ഷെ ഒരു ആർട്ടിസ്റ്റായിട്ട് പറയാൻ പറ്റില്ല.
പക്ഷെ ദിലീപേട്ടനെ പിന്നെയും എപ്പിസോഡ്സിൽ കൊണ്ടുവന്ന് ഒരുപാട് പേര് പറഞ്ഞു. ചാക്കോച്ചൻ അതൊക്കെ ഞങ്ങൾക്ക് കുറച്ചുകൂടി വർക്ക്ഔട്ട് ആയാണ്. പക്ഷെ ചാക്കോച്ചനൊന്നും പിന്നെ അപ്രോച്ച് ചെയ്തില്ല. ചാക്കോച്ചൻ ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു ഹായ് ചേട്ടാന്ന് ചോദിച്ചപ്പോൾ എന്നെ പറഞ്ഞു ഞാൻ ഈ കൊല്ലം വരുന്നില്ല എന്ന് പറയും. അപ്പൊ തന്നെ മെസ്സേജ് ആദ്യം തരും ഞാൻ നാട്ടിലില്ല ഓണം കഴിഞ്ഞിട്ട് വരും എന്ന് പറയും. അപ്പൊ ഞാൻ പറയും ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. മെസ്സേജ് അയക്കുമ്പോ തന്നെ അവര് സെൻസ് ചെയ്യും ഹായ് ചേട്ടാന്ന് പറയുമ്പോ തിരിച്ചപ്പം തന്നെ വരും. ഞാൻ ചിരിച്ചിട്ട് തിരിച്ച് സ്മൈൽ ഇട്ട് കൊടുക്കും. ഞാൻ ഈ കൊല്ലം നാട്ടിലില്ല, അബ്രോഡാണ്, ഷൂട്ടിലാണ്, തിരിച്ചു വന്നിട്ട് വിളിക്കാന്ന് പറയും. ചില പ്രാങ്ക് സെഗ്മെന്റുകൾ കൈവിട്ടു പോയിട്ടുണ്ട്. പിന്നെ ആണല്ലേ വിചാരിച്ചതിനെ പിന്നെ അത് കട്ട് എന്നല്ല, എനിക്ക് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രാങ്ക് തോന്നുന്നു. ഞാൻ എല്ലാവർക്കും പ്രാങ്ക് കൊടുത്ത് എനിക്ക് തിരിച്ചൊരു പ്രാങ്ക് തോന്നുന്നു. അപ്പോഴാണ് അത് കൈവിട്ട് പോയത്. അത് രാവിലെ മുതൽ 2 ആർട്ടിസ്റ്റ് ചുമ്മാ തല്ലുകൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഇത് കാണുന്നതാ. ഫുഡ് കഴിക്കുമ്പോ അവൻ ചൊറിയുമ്പോ എന്താ സൈഡിലിരിക്കാൻ പറയും അത് അവനുള്ളതുകൊണ്ട് മറ്റാൾ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവനുള്ളതുകൊണ്ട് മറ്റാൾ കയറാൻ, അവന്റെ വീട് കയറാത്തവരൊക്കെ പോകാൻ പറയും. ഞാൻ ആറ്റിറ്റ്യൂഡ് എടുക്കണം, കയറണില്ല ഇപ്പൊ കോളെന്ന് പറയും. അപ്പോഴേ അവര് കയറിയിരിക്കണോ. അങ്ങനെ തുടങ്ങി ഗെയിമൊക്കെ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോ ഇത് കിടന്ന് അപ്പൊ എന്റെ മനസ്സിൽ രാവിലത്തെ കിടക്കുക. അപ്പൊ ഞാൻ അതൊക്കെ മറന്നുപോയി. അപ്പൊ ബിനീഷും നോബിയും കൂടി 2 ദിവസമായിട്ട് തുടങ്ങിയിരിക്കുക. തലേദിവസം തുടങ്ങിയതാ. അപ്പൊ എനിക്ക് മനസ്സിലായത്, അപ്പൊ എൻ്റെ അടുത്ത് അഖിലം എന്ന് പറയുന്നുണ്ട് ചേട്ടാ അത് നല്ല രീതിയിലല്ല പോകുന്നതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ ആര് വന്നാലും നമുക്ക് തല്ലുണ്ടാക്കിയാലും പ്രശ്നമില്ല, ഒരാൾ പോയി അടുത്ത ആൾ വരും. അപ്പൊ ഞാൻ കയറി കഴിഞ്ഞപ്പോ ബിനീഷ് പഴയ ഗുണ്ട സെറ്റപ്പിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്കത് അപ്പൊ നോബി സ്ലോ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തിനാണ്. അപ്പൊ തല്ല് തുടങ്ങി. ഞാനപ്പോ ഇത് കണ്ടോണ്ടിരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞു ചേട്ടൻ കയറി ഇല്ലെങ്കിൽ പ്രശ്നമാവെന്ന് പറഞ്ഞു. ഞാൻ കയറുന്നില്ല, നിങ്ങൾ പോയി സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ കോർഡിനേറ്റർ ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ സംസാരിച്ചോളാൻ പറഞ്ഞു. സംസാരിച്ച് ശരിയാവണില്ല വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഫുള്ള് കട്ട് ചെയ്യാൻ പറഞ്ഞു. പിസിആറിലൊക്കെ പറഞ്ഞു കട്ടി, ഞങ്ങൾ സംസാരിക്കാം, ഞാൻ ചിലപ്പോൾ ചീത്തയായി കൊള്ളിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ കയറിയപ്പോൾ അപ്പോൾ സ്ക്രിപ്റ്റ് ടീമും ആർട്ടിസ്റ്റ് എല്ലാം പ്ലാൻഡ് ആയിരുന്നു. ഞാൻ കയറി കഴിഞ്ഞാൽ റോള് കട്ട് ചെയ്തിരുന്നു. അപ്പം ഞാൻ റോള് കട്ട് ചെയ്തെന്ന് ഉറപ്പിച്ചതിന് ശേഷം കയറിപ്പോയി ഞാൻ അങ്ങ് ചീത്ത വിളിച്ചു. മര്യാദയ്ക്കൊന്നുമില്ലെങ്കിൽ എല്ലാത്തിനും പിടിച്ച് പുറത്താക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ മരുന്ന് ചിരിക്കണം എല്ലാവരും സൈഡിലും ചുറ്റും കൂടെ നിന്ന്. അപ്പം എനിക്ക് മനസ്സിലായില്ല എന്താണ്. അപ്പം ഞാൻ ബർത്ത്ഡേ ഡേറ്റ്സിലൊന്നും ഷൂട്ട് വയ്ക്കാറില്ല. ഇത് കഴിഞ്ഞു വരുന്ന പിറ്റേ ദിവസം ഷൂട്ട് വെച്ചത്. അപ്പൊ ഞാൻ വെച്ച് കഴിഞ്ഞു പോയല്ലോ. അപ്പൊ ഞാൻ അവിടെ വന്ന് കാര്യം എന്ന് വെച്ചാൽ അന്ന് ബർത്ത്ഡേ ഉള്ളവർക്ക് പണി കിട്ടിയിരിക്കും. അത് സ്ഥിരമാണ് ഞങ്ങളുടെ അവിടെ. ആർക്കെങ്കിലൊക്കെ പണി കിട്ടിയിരിക്കും, എന്തെങ്കിലൊക്കെ രീതിയിൽ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഇത് കഴിഞ്ഞു പോയോണ്ട് എനിക്കത് കിട്ടിയ കുറച്ച് ചമ്മലല്ല നാണക്കേടല്ല എന്ന് വെച്ചിട്ട് ഞാൻ ആ ദിവസം മാറ്റി പിറ്റേ ദിവസം ഷൂട്ട് വെച്ചു. പോയിരുന്നു. അപ്പൊ അനൂപ് ട്രീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ എപ്പിസോഡ് വെക്കാത്തത്. ഞാൻ പറഞ്ഞു ഇന്ന് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാലോ എല്ലാവരും വിളിച്ച്. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു. ആ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ഞാൻ കൊടുത്ത ലഡുവും കഴിച്ചിട്ടാണ് ഇവര് എനിക്ക് പണി തന്നത്. അങ്ങനെ പലരും പ്രാങ്ക് ചെയ്യിപ്പിച്ച ആൾക്കാരെ സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്നു പോയി, ഫ്ലോറിൽ ഇരുന്നു പോയി. എനിക്കൊരു ചമ്മലായി പോയി. ചമ്മിയ മുഖം ഒന്ന് കാണണമായിരുന്നു. എത്രയോ പേരുടെ ഫോണിൽ കാണും ചമ്മിയ മുഖം. അതിപ്പോഴും കിടപ്പുണ്ട്. ഓക്കെ, എന്തായാലും ഞങ്ങൾ കുറെ നാളുകൾക്ക് കൊണ്ട് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ അബൈൻസ്റ്റോടെ നപ്പൂസ് ഈ അനൂപിന്റെ പിന്നിലെ ഒരു ഇന്റർവ്യൂ തരൂ എന്ന് പറഞ്ഞ് എത്ര നാള് വിളിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇന്ന് ഇവിടെ ഈ സാക്ഷൽ പ്രൊഡ്യൂസർ വന്ന് ലാൻഡ് ചെയ്തത്. എന്താണ് ഒരു ഷോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഷോയിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മടിക്കുന്ന എന്തിനാ? മടിക്കുന്നതല്ല, ഞാൻ ഓൾറെഡി മൈൽ സ്റ്റോണിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളതാണ്. 2 കൊല്ലം മുമ്പെയാ. ഞാൻ വിചാരിക്കാറുണ്ട് ഇവരെന്ത് കണ്ടിട്ടാ എന്നെ വിളിക്കുന്നത്. ഞാൻ സാധാരണ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് പുതിയ ആൾക്കാർ, ഞാൻ പല ഇന്റർവ്യൂസുകൾ കാണാറുണ്ട്, പുതിയ ആൾക്കാർ വരാറുണ്ട്, നല്ല ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയതാണ്. ഇനി ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഡെലിവറി ചെയ്യുന്നത് ഞാൻ ആലോചിച്ചു പോയി. അതുകൊണ്ടാണ് തന്നെയാണ് ഇന്ന് പറഞ്ഞത്. അല്ല, ഈ ഡിഫറെന്റ് ആയി. നിങ്ങൾ രമ്യ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു, അപ്പൂസ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തു, അതുകൊണ്ട് അത് നന്നായി വന്നു. അപ്പൊ ഞാൻ എന്തെങ്കിലും സംതിങ് പുതിയ ഷോ ചെയ്യണ പോലെ തന്നെ അടുത്ത ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുമ്പോ എന്തെങ്കിലും പുതിയതായിട്ട് പറയണ്ടേ, അല്ലെങ്കിൽ ആ കാണുന്നവരായിരിക്കും ഇവൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നെയാണല്ലോ മുഴുവൻ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്കറിയാലോ, അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കണത്. ഇനിയിപ്പോഴത്തെ പുതിയ വിശേഷം വരാൻ പോണത് സീയിൽ ഉടനെ തന്നെ ആ ഒരു
സരിഗമപ്പ അതിൻ്റെ സീസൺ 3 വരാൻ പോവാണ്. അപ്പോൾ അത് എന്താ പറയുക, ഇതുവരെ നമ്മൾ കണ്ടതിനെക്കാട്ടിലുമൊക്കെ ഭയങ്കര ഒരു നല്ല ഒരു രീതിയിൽ തന്നെ അത് അനൂപിന് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ല, ഇതിൽ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. സ്റ്റാർ മാജിക് എല്ലാവരും ചോദിക്കുന്നു, പലരും പറയുന്നു ഞാൻ അവിടെ നിന്ന് നിർത്തി വന്നതാണോ അല്ല. ആക്ച്വലി അത് ഒഫീഷ്യലി ഫ്ലവേഴ്സ് അതിൻ്റെ ഒരു ടൈം ബീങ് അതിൻ്റെ പ്രോഗ്രാം 1000 എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞപ്പോൾ അത് നമ്മൾ കമ്പനി ആയിട്ട് തന്നെ നിർത്തി. ഞാൻ അതിനുശേഷം 1 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു ഓഫർ വന്നു. ഞാനൊരു ചേഞ്ച് ഓവർ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഇവിടെ സി കേരളത്തിൽ നോൺ ഫിക്ഷൻ ഹെഡായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സി കേരളത്തിൽ ഒരുപാട് നാളായിട്ട് ഷോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇപ്പോൾ അനിൽ സാറൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾ ഷോകൾ ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിനേക്കുള്ള നെക്സ്റ്റ് സ്ട്രക്ചറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സീൽ വന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ സ്റ്റാർ മാജിക് നിർത്തിയതോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആൾക്കാരെ ഇപ്പോൾ നാടൻ ഭാഷയിൽ പറയണ പോലെ അവിടെ നിന്ന് ചാടിച്ചുകൊണ്ട് ഇവിടെ ഷോ ചെയ്തൊന്നുമല്ല. അവിടെ ഷോ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ ഗ്രൂം ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ വെറുതെ നിൽക്കുന്ന കണ്ടു. അവരെ ഞാൻ വെച്ച് ഷോ ചെയ്തു. അത് മാത്രമല്ല, അല്ലാതെ ഒരു സ്റ്റാർ മാജിക് ഷോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, സൂപ്പർ ഷോ ഉദ്ദേശിച്ചത്. അതിൽ കോമഡി എലിമെന്റ് വേണമെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള താരങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ചെയ്തതാണ്. അല്ലാതെ ഒരു സ്റ്റാർ മാജിക് ചെയ്യാനല്ല നമ്മൾ ഇറങ്ങി തിരിച്ചത്. സ്റ്റാർ മാജിക് അവിടെ കഴിഞ്ഞു. ഇനി ഫ്ലവേഴ്സ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചെയ്യണമെങ്കിൽ വന്നാലും സന്തോഷം, എനിക്കിരുന്ന് കാണാലോ. അപ്പോൾ പിന്നെ ഇന്റർവ്യൂവിന് വിളിച്ച് ചാടയോ ഇതൊന്നുമല്ല. അപ്പു എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വരാത്തത്, അങ്ങനെയാണ്. പക്ഷെ അതല്ല, വരുമ്പോൾ എന്തെങ്കിലും ഞാൻ പറയണം. ഇപ്പോൾ ഫിലിം ഡയറക്ടേഴ്സൊക്കെ വരുമ്പോൾ പറയാറില്ലേ എൻ്റെ പുതിയ പടം പ്രൊജക്റ്റ് വരുന്നു, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടെ എന്തെങ്കിലും കാണുന്ന ആൾക്കാർക്ക് കൂടെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് വേണമല്ലോ നമ്മൾ വന്നിരിക്കുമ്പോൾ. അല്ലാതെ പറഞ്ഞ കഥകളോ അല്ലെങ്കിൽ നമ്മളുടെ പഴയ സംഭവം അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ സരിഗമ വരാൻ പോകുന്നുണ്ട്, അതിന്റെ പ്ലാനിങ്ങിലാണ്. എല്ലാ ഷോകളും ഞാൻ ഒരേ രീതിയിലാണ് കാണാറ്. അപ്പോൾ അങ്ങനെ എല്ലാം വിജയിച്ചുകൊണ്ടേ തുടങ്ങുമെന്നല്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, എന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവരിക, അത്രയൊക്കെ തന്നെയാണ് അതിൻ്റെ ഫാക്ടർ. അല്ലാതെ ഒരു പുതിയ ഷോ വരുന്ന രീതിയിലല്ല അപ്രോച്ച് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആൾക്കാർക്ക് എങ്ങനെ ആസ്വദിക്കാൻ പറ്റും, അത്ര മാത്രമേ ഉള്ളൂ ചിന്ത. ഓക്കെ, അങ്ങനെ നല്ല രീതിയിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന പോലെ നല്ലൊരു ഷോ ആയിട്ട് അത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു അനൂപ്, അവസാനം എന്തെങ്കിലും ഇവിടെ എത്തി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ കുറെ കാലങ്ങളായിട്ട് ഞാൻ ആദ്യം കണ്ടപ്പോൾ രമ്യ ചേച്ചിന്ന് വിളിച്ചത്, പക്ഷെ ഞാൻ ബഹുമാനം കൊണ്ട് വിളിച്ചതാണ്. രമ്യ പണ്ടേ മുതൽ ഞാൻ കുറെ പ്രോഗ്രാംസും അതൊക്കെ കൊണ്ടുവന്നിരുന്നു. കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് പിന്നെ മൈൽ സ്റ്റോണിൽ കാണുന്നത്. ഈ ഗ്യാപ്പുകളിൽ എന്തായിരുന്നു പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബ്രേക്ക് എടുത്തതാണോ? അതെ, ബ്രേക്ക് എടുത്ത്. എന്റെ സാഹചര്യം ഒട്ടും ഫേവറബിൾ ആയിരുന്നില്ല. ആരും ഇന്റർവ്യൂ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഞാനൊരു ഇവിടെ വന്നിട്ട് ചെയ്തോ? മൈൽ സ്റ്റോണിൽ ചെയ്തിട്ടില്ല. എന്നാ എന്റെ ഒരു ക്വസ്റ്റ്യൻ, ഇത്രയും ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്നതല്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗസ്റ്റ് ആരായിരുന്നു? അയ്യോ, അങ്ങനെ ഒരാളുടെ പേര് പറയാൻ പറ്റൂല. എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഒരുപാട് ഗസ്റ്റ് വരുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു, പക്ഷെ ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. അങ്ങനെ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്യാൻ അനൂപ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ അനൂപ് എനിക്ക് ഇന്ന് ഞാൻ വളരെ കംഫർട്ടായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ അല്ല, അതുകൊണ്ടല്ല, അങ്ങനെ പറയുന്നതല്ല. നമുക്ക് അതിനെ പറയുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ ആ ഒരു വൈബും വേവ് ലെങ്തും ഒക്കെ പോകുമ്പോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്തതെല്ലാം തന്നെ ഇതുവരേക്കും നല്ലൊരു എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ എന്നോട് ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അനൂപായതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു ലിസ്റ്റില് ഏറ്റവും ആദ്യം നിൽക്കുന്നത് അനൂപ് ജോൺ തന്നെയായിരിക്കും. അല്ല അനൂപ്, അങ്ങനെ ഒന്നും ഉണ്ടല്ല, ശരിക്കും അല്ല, അങ്ങനെയൊന്നും അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാരും തന്നെയാണ്. ഇല്ല, എനിക്ക് അങ്ങനെ ഒരാളെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ബ്രേക്ക് എടുത്തത് ഞാൻ കോൺഷ്യസ്ലി തന്നെ എടുത്തത്. ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ്, മോളായി കഴിഞ്ഞപ്പോഴാണ് ബ്രേക്ക് എടുത്തത് കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ സാഹചര്യങ്ങളൊന്നും ഒട്ടും ഫേവറബിൾ ആയിരുന്നില്ല. അങ്ങനെ പിന്നെ കുറച്ച് നാൾ ഞങ്ങൾ ദുബായിലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഷോസ് ഒന്നും ചെയ്യാതെ കംപ്ലീറ്റ് എല്ലാം വേണ്ടാന്ന് തന്നെ വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പം തിരിച്ച് നാട്ടിൽ തന്നെ വന്നു. ഇപ്പം ഓക്കെയാണ്, സിറ്റുവേഷൻസ് എല്ലാം ഫേവറബിൾ ആണ്, ദൈവം സഹായിച്ച്. അതുകൊണ്ട് വരണ പോലെ നല്ല നല്ല ഷോസ് ഇതിപ്പോൾ മൈൽ സ്റ്റോണിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും നന്നായിരുന്നു, ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. ഞാൻ വന്ന് എനിക്കത് ഡെലിവറി ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും.